വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. സിറ്റി പാർക്കിൻ്റെ മനോഹരമായ ഒരു കാഴ്ച. ഇത് രാജസ്ഥാനിലാണ്. ഈ പാർക്ക് ആരംഭിച്ചിട്ട് 2 വർഷം മാത്രമേ ആയുള്ളൂ. ഓക്കെ, എല്ലാവരും ഈ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയ്പൂരിലെ സിറ്റി പാർക്കിൻ്റെ 3ാമത്തെ ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് പ്രഭാത നടത്തം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓടാൻ പറ്റുന്ന വിധത്തിൽ 3.5 കിലോമീറ്റർ നീളമുള്ള മറ്റ് വാഹനാപകടങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സുരക്ഷിതമായ ഒരു പാതയെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ പാതയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. 52 ഏക്കർ വ്യാപിച്ച് കിടക്കുന്നതായ ഈ സിറ്റി പാർക്ക് വളരെ മനോഹരമാണ്. പ്രതിദിനം 10,000-ത്തിലധികം ആളുകൾ സന്ദർശിക്കുന്നതായിരിക്കുന്ന പാർക്കാണ്. ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് മനോഹരമായ ജലധാരയാണ്. പലവിധമായ നിറങ്ങൾ നമ്മളെല്ലാവരെയും ആകർഷിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഒരു മനോഹരമായ ശില്പം നിൽപ്പുണ്ട്. നമുക്ക് ആ ശില്പത്തിൻ്റെ അടുത്തൊന്നും പോകാനായിട്ട് കഴിയുകയില്ല. കാരണം അതെല്ലാം പ്രത്യേകിച്ച് ആരും പ്രവേശിക്കാത്ത നിലയിൽ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ മുകളിലേക്ക് പോകുന്നതായിരിക്കുന്ന ആ വെള്ളം പോലും പ്രത്യേകമായ ഒരു കളറിലാണ് വീഴുന്നത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ കോട്ടയുടെ കിടങ്ങിൻ്റെ സമീപത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ തൊട്ടു മുമ്പിൽ കിടങ്ങുള്ള വലിയൊരു കോട്ടയുടെ ഒരു ആകൃതിയാണ്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ നിൽക്കുന്നതായിരിക്കുന്ന ശില്പവും നമ്മളത് കണ്ടു. വളരെ മനോഹരമാണ്. നമ്മൾ ഇതിനകത്ത് ദേശീയ പതാകയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ ഏത് പോസ്റ്റ് വന്നാലും, ഞാൻ ഏത് ചിത്രമെടുത്താലും, ഞാൻ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ദേശീയ പതാക. ആ ദേശീയ പതാക കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ടാകാറുണ്ട്. എനിക്ക് നമ്മുടെ ദേശീയ പതാകയെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് അത് കാണിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഒരു വലിയൊരു കോട്ട മതിലിൻ്റെ ഭാഗം പോലെ ഉള്ള ഭാഗത്ത് അതുപോലെ നമ്മളത് കണ്ടു. എന്നാൽ അതിനടുത്തുള്ളതായിരിക്കുന്ന ശില്പവും നമ്മൾ കണ്ടു. നമ്മൾ ഈ ജലധാരയുടെ ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന ആ തടാകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിത്രങ്ങൾ പകർത്തുന്നത്. അതിൻ്റെ കാഴ്ചക്കാർക്ക് വളരെ മനോഹാരിതമായി തോന്നുന്നു എന്നെനിക്ക് അറിയാം. എന്നാലും നമുക്ക് അടുത്ത് ചെന്നെടുക്കാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ അകലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ശില്പത്തിൻ്റെയൊക്കെ ചിത്രമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരികയാണ്. ജലധാരയുടെ കളറുകൾ ഇങ്ങനെ മാറി വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ജയ്പൂരിലെ വലിപ്പത്തിൽ രണ്ടാമത്തതായിരിക്കുന്ന പാർക്കാണ് സിറ്റി പാർക്ക്. ആദ്യത്തെ പാർക്ക്, വലിയ പാർക്ക് സെൻട്രൽ പാർക്കാണ്. ഇപ്പോൾ നമ്മൾ ദേശീയ പതാകയാണ് കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഞാൻ വിവിധമായ മാധ്യമങ്ങളിലൂടെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ സ്വരൂപിക്കുന്നത്. ഈ കാണപ്പെടുന്നതായ നമ്മുടെ ദേശീയ പതാക ജയ്പൂരിലെ ഈ സിറ്റി പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പതാക 206 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. പാർക്കിൻ്റെ മറ്റു മനോഹാരിതയും നമ്മൾ കാണപ്പെടുന്നതായ ലൈറ്റ് സംവിധാനങ്ങൾ, വിവിധ നിറത്തിലുള്ളതായിരിക്കുന്ന ലൈറ്റുകൾ, അതുപോലെ തന്നെ വിവിധ നിറത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കുന്ന ജലധാരകൾ, അതുപോലെ തന്നെ അവിടുത്തതായ പച്ചപ്പ്, അതുപോലെ തന്നെ ആളുകൾക്ക് നടക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കുന്ന
ഇതുപോലുള്ള വഴികൾ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നതായ നല്ല ശില്പങ്ങൾ, ഇതെല്ലാം നമ്മുടെ ദേശീയ പതാകയുടെ അതിൻ്റെ മനോഹാരിതയുടെ മാറ്റ് കൂട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേശീയ പതാക രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള ദേശീയ പതാകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ പതാക നമ്മുടെ സിറ്റി പാർക്കിൻ്റെ വളരെ വലിയൊരു ആകർഷണമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇത് സന്ദർശകർക്ക് ദേശഭക്തി നിറഞ്ഞ സ്മരണ ഉളവാക്കാനായിട്ട് ഇത് വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ രാത്രിയിലെ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് നമുക്കിതിനെ വീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റി പാർക്കിൽ ധാരാളം ഏകദേശം 6000-ഓളം മരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നതായിരിക്കുന്ന ഒരു ശില്പം വലതുവശത്ത് എൻ്റെ പ്രിയമുള്ളവർ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു വാക്ക്. ഇപ്പോൾ ആ ഏണിയിൽ കൂടെ കയറുന്ന 2 കുട്ടികളെ നമുക്ക് കാണാം. ഇത് വളരെ പ്രചോദനാത്മകരമായ സന്ദേശം നൽകുന്നതാണ്. അവിടെ ചില കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ശില്പം നമുക്ക് തരുന്നതായ ഒരു സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാത്ര അതിനെ കാണിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയും. ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന മനുഷ്യരുടെ ജീവിത പോരാട്ടവും അവരുടെ സ്വപ്നങ്ങളും മുന്നേറ്റങ്ങളും അവതരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. നമുക്ക് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ നിരന്തരമായ പരിശ്രമങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഏണിയുടെ തൊട്ട് ഇപ്പുറത്തുള്ളതായ 2 ചിറകുകളുടെ ശില്പം നമ്മൾ ശ്രദ്ധിച്ചോ? എത്ര മനോഹരമായിരിക്കുന്നു, എത്ര സുന്ദരമായിരിക്കുന്നു. ഇത് കാണിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കരുതാം. ഒരു പ്രത്യേകതരം പ്രചോദനത്തിൻ്റെ ശില്പമാണ് നമ്മെ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ ഈ പാർക്കിൻ്റെ സമഗ്രമായ വീഡിയോകൾ നമ്മൾ ഇട്ടിരുന്നു. ഇനി നമ്മൾ ഒരു പ്രത്യേകതരമായ ഒരു ശില്പ സമൂഹത്തെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഈ ശില്പങ്ങൾ, നമ്മൾ കാണാൻ പോകുന്നതായിരിക്കുന്ന ശില്പങ്ങൾ ആധുനികമായ മനുഷ്യരൂപങ്ങളെയാണ് കാണിക്കുന്നത്. ശില്പങ്ങൾക്കുള്ള വിവിധ ഭാവങ്ങളും ആകൃതിയും ഒക്കെ, വ്യത്യസ്തമായ ആകൃതികളുമൊക്കെ രാശിയുടെ വൈവിധ്യങ്ങളെയും നമുക്ക് ആ ശില്പങ്ങളിലൂടെ നമുക്ക് കാണാം. നമ്മൾ കാണാൻ പോകുന്നതായിരിക്കുന്ന ശില്പത്തിന് പ്രത്യേകമായിരിക്കുന്ന മുഖമില്ല, പ്രത്യേകമായിരിക്കുന്ന ഭാവങ്ങളില്ല. ഇതെല്ലാം ഒരേപോലെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആധുനിക സമൂഹത്തിൽ വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുടെ പ്രതീകമായി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.